1000 സ്വപ്നങ്ങളുമായിട്ട് ഒരു പെൺകുട്ടി നേപ്പാളിൽ നിന്ന് ഭുവനേശ്വറിലെ KIT പഠിക്കാനായി എത്തുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ ഒരു മുഴം കയറില് ഫെബ്രുവരി 16, 2025 ആ പെൺകുട്ടി അവസാനിപ്പിക്കുന്നു. കമിതാക്കളുടെ സ്വന്തം ദിനമായ ഫെബ്രുവരി 14 2 ദിവസമപ്പുറം ടോക്സിക്കായ ഒരു പ്രണയബന്ധത്തിനിരയായി ആ പെൺകുട്ടിയുടെ ജീവിതം എന്നേക്കുമായി അവസാനിച്ചപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും സഹപാഠികളും അവൾ അർഹിച്ച നീതിക്കായിട്ട് ശബ്ദമുയർത്തി. അതുവരെ കണ്ടത് മനസാക്ഷിയില്ലാത്ത ഒരാണിന്റെ കൊള്ളരുതായ്മയുടെ പുറത്ത് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ കഥയാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് പച്ചയായ അറപ്പുള്ള വർഗീയത മാത്രമാണ്. വിദേശ രാജ്യങ്ങളിൽ റേസിസം എന്താണെന്ന് അനുഭവിക്കുമ്പോൾ ഒരുമിക്കുന്ന കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശുകാരുമൊക്കെ പരസ്പരം തെറ്റാൻ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് മാത്രം മതി. ഭാരതീയരെന്ന അഭിമാനത്തോടെ പറഞ്ഞ് പാകിസ്ഥാനും മറ്റുമെതിരായി ഒരുമിക്കുന്ന ഇന്ത്യക്കാർക്ക് ഹിന്ദി എന്ന് കേട്ടാൽ മതി. അവിടെ നോർത്ത് എന്നും സൗത്ത് എന്നുമൊക്കെ പറഞ്ഞ് വിഷം ചീറ്റാൻ. സൗത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരാണെന്നും വൃത്തിയുള്ളവരാണെന്നും ഒക്കെ വിശ്വസിക്കുന്നവർക്കിടയിൽ മുല്ലപ്പെരിയാർ പോലുള്ള ഒരു വിഷയം എടുത്തിട്ടാൽ മാത്രം മതി. അവിടെ തമിഴരും മലയാളികളുമൊക്കെ പരസ്പരം തെറ്റാൻ. 100% സാക്ഷരതയിൽ അഭിമാന പുളങ്കിതരായി തലയെടുപ്പോടെ കൂടെ നിൽക്കാൻ കൊതിക്കുന്ന മലയാളികൾക്കിടയിൽ ഒരു ഇലക്ഷൻ മാത്രം നടന്നാൽ മതി. 52ഉം 54ഉം വെട്ടുകൾ വെട്ടി പരസ്പരം അവർ വെട്ടിക്കീറാൻ. ഒരിക്കലും തീരാത്ത അറപ്പുളവാക്കുന്ന വെറുപ്പ്. രാജ്യത്തിൽ തുടങ്ങി ജാതിയിൽ അവസാനിക്കുന്ന മനുഷ്യരാശിയെ വെട്ടിക്കീറാനുള്ള ആ ഒരു ത്വര. ഇതിന്റെ അവസാന ഉദാഹരണമാണ് ഭുവനേശ്വറിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. 500ഓളം നേപ്പാളി വിദ്യാർത്ഥികളെയാണ് ഒറ്റ രാത്രി കൊണ്ട് KIT യൂണിവേഴ്സിറ്റി തങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയത്. പച്ചയ്ക്ക് ഒരുളുപ്പമില്ലാതെ വർഗീയത തുപ്പിയ യൂണിവേഴ്സിറ്റി അധികൃതര് ആ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞത് ആ നേപ്പാളി വിദ്യാർത്ഥികൾ തങ്ങളുടെ സഹപാഠിക്ക് വേണ്ടി, അവളുടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതുകൊണ്ടാണ്. അകാലത്തിൽ മരിച്ചുപോയ പ്രകൃതിയുടെ ജീവൻ അതിന് തിരിച്ചു കിട്ടില്ല. പക്ഷേ നെറുകെട്ട വർഗീയതയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന KIT യൂണിവേഴ്സിറ്റിക്ക് നേരെയും അവിടെയുള്ള വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് നേരെയും ശബ്ദമുയർത്താൻ നമുക്ക് ഇനിയും കഴിയും. വെറുപ്പിനെ വെറുപ്പുകൊണ്ട് നേരിടാനല്ല, മറിച്ച് അതിനെ മനസാക്ഷിയുടെ കോടതിയിൽ വിധിക്കാൻ നമുക്ക് കഴിയണം. റെസ്റ്റ് ഇൻ പീസ് പ്രകൃതി. യു ഡിസേർവ്ഡ് ബെറ്റർ.